ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച MLA-മാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് KSUവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങളാണ്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? പോലീസിന്റെ നടപടി എങ്ങനെ? ഏതൊക്കെ നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് KSUവിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ വിൻസെന്റ് MLA-യുടെയും ആന്റി ഉമ്മൻ MLA-യുടെയും നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ ഉപരോധ സമരം നടന്നിരുന്നു. രാത്രി ഏകദേശം 3 മണിയോട് കൂടിയാണ് ഉപരോധ സമരം അവസാനിച്ചത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസെടുത്തതിൽ 2 MLA-മാരെയും പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിലെ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ KSUവിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നത്. പോലീസ് 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് പ്രവർത്തകർ MG റോഡ് ഉപരോധിക്കുകയും ചെയ്തു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ അടക്കമുള്ളവർ ഈ സമരത്തിനുണ്ടായിരുന്നു. അലോഷ്യസ് സേവറിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തിലും തള്ളിലുമാണ് കലാശിച്ചത്. പിന്നീട് പ്രവർത്തകർ അവിടെ നിന്നും DCC ഓഫീസിലേക്ക് തിരികെ പോന്നു. വന്ന വഴിയിൽ SFI വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വെച്ചിരുന്ന ബോർഡുകളും ബാനറുകളും മറ്റുമൊക്കെയുണ്ട്. അതെല്ലാം തല്ലി തകർത്താണ് KSU പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും പാളയം കഴിഞ്ഞ് പ്രവർത്തകർ താഴേക്ക് പോകുകയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജും പരിസരവുമെല്ലാമാണ് SFIക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. അതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് എന്ന് പറയാം. DCC ഓഫീസിലേക്ക് പ്രവർത്തകർ മുഴുവൻ എത്തുന്നവരെയും പോലീസ് ഈ പ്രവർത്തകർക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും പ്രകടനം കടന്നു പോകുന്നുണ്ട്. സർക്കാരിന്റേതും CPM-ന്റേതുമായി വെച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം തകർത്താണ് പ്രവർത്തകർ ഇപ്പോൾ DCC ഓഫീസിലേക്ക് പോകുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കാര്യവട്ടം ക്യാമ്പസിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് MLA-മാർക്കെതിരെ കേസെടുത്ത നടപടിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSUവിന്റെ പ്രതിഷേധം.